പീഠാനുഭവ രഹസ്യങ്ങളെ ഏറെ പ്രത്യേകമായി ധ്യാനിക്കുന്ന വിശുദ്ധ ആഴ്ചയിൽ ദേവാലയങ്ങളിലെ കുരിശുകളും മറ്റു തിരുസ്വരൂപങ്ങളും തുണി കൊണ്ട് മറച്ചു വയ്ക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? കാൽവരിയിലെ വേദനാജനകമായ നിമിഷങ്ങളുടെ ഓർമ്മ ഉണർത്തുന്ന രൂപങ്ങളും ചിത്രങ്ങളും ഏറെ നല്ലതല്ലേ? കാഴ്ചയ്ക്ക് ഏറ്റവും മനോഹരങ്ങളായ ഈ രൂപങ്ങളും കുരിശുകളും ഇങ്ങനെ മൂടി വയ്ക്കുന്നതിന്റെ കാരണം എന്താണ്? ഇതിനെക്കുറിച്ച് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഈ വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്. തിരുസ്വരൂപങ്ങൾ തുണി കൊണ്ട് മറയ്ക്കുന്ന നടപടി പല രാജ്യങ്ങളിലും പല രൂപതകളിലും വ്യത്യസ്തമാണ്. അമേരിക്കൻ രൂപതകളിലെ ദേവാലയങ്ങളിൽ നോമ്പിന്റെ 5-ാമത്തെ ഞായർ മുതൽ ഇപ്രകാരം കുരിശുകളും വിശുദ്ധ രൂപങ്ങളും മറച്ചു വയ്ക്കുന്നുണ്ടെന്ന് റോമൻ മിസാലിൽ പറഞ്ഞിട്ടുണ്ട്. ദുഃഖവെള്ളിയാഴ്ചയിലെ കർമ്മങ്ങൾ തീരുന്നതുവരെയാണ് കുരിശു രൂപങ്ങൾ മറയ്ക്കുന്നത്. എന്നാൽ മറ്റു രൂപങ്ങൾ പുനരുദ്ധാനത്തിന്റെ സ്മരണാബലി അവസാനിക്കുന്നതുവരെ മൂടിവെക്കുന്നു. ജർമ്മനിയിലെ ദേവാലയങ്ങളിൽ നോമ്പുകാലം മുഴുവനും അൾത്താര് തന്നെ പൂർണ്ണമായും മറയ്ക്കുകയാണ് ചെയ്യുന്നത്. കുരിശുകളും മറ്റു രൂപങ്ങളും ഇങ്ങനെ മൂടിവെക്കുന്നതിന്റെ കാരണമെന്ത് എന്ന് ചോദിച്ചാൽ ഇതിന് ലഭിക്കുന്ന ലളിതമായ ഒരു ഉത്തരമുണ്ട്. നോമ്പിന്റെ അവസാനത്തോടടുക്കുമ്പോൾ ഇത്തരത്തിൽ കുരിശുകളും രൂപങ്ങളും മറച്ചു വെക്കുന്നത് വഴി പുനരുദ്ധാനത്തെക്കുറിച്ചുള്ള ചിന്ത നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ കൂടുതൽ വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യമാണ് പ്രധാനമായും ഇതിന്റെ പിന്നിലുള്ളത്. കുരിശും രൂപങ്ങളും മൂടിയിട്ടുള്ള തുണി പുനരുദ്ധാന ഞായറിനു വേണ്ടിയുള്ള നമ്മുടെ ആഗ്രഹവും ആകാംക്ഷയും വർദ്ധിപ്പിക്കുന്നു. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ശ്രദ്ധ പലപ്പോഴും ദേവാലയത്തിനകത്തുള്ള കുരിശു രൂപങ്ങളിലേക്കും വിശുദ്ധരുടെ രൂപങ്ങളിലേക്കും തിരിയുവാൻ സാധ്യതയുണ്ട്. ഈ ശ്രദ്ധാമാറ്റം തടഞ്ഞ് കർത്താവിന്റെ പീഡാസഹനങ്ങളെക്കുറിച്ചും ഉദ്ധാനത്തെക്കുറിച്ചും ഉള്ളിന്റെ ഉള്ളിൽ കൂടുതൽ ധ്യാനിക്കുന്നതിന് ഈ പതിവേറെ സഹായിക്കുന്നു. ആദ്യമായി നമ്മൾ ഇത്തരത്തിൽ രൂപങ്ങൾ മറച്ചിരിക്കുന്നത് കാണുമ്പോൾ തന്നെ ഏറെ പ്രധാനപ്പെട്ട നോമ്പുകാലത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്ന ചിന്ത നമ്മിലുണ്ടാകും. കാരണം മറ്റവസരങ്ങളിലൊന്നും ഇത്തരത്തിൽ തിരുസ്വരൂപങ്ങൾ മറയ്ക്കുന്നില്ല. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, പെസഹ വ്യാഴം, ദുഃഖവെള്ളി, ഉയർപ്പു ഞായർ തുടങ്ങിയ സവിശേഷ ദിനങ്ങൾക്കായി ഒരുപാട് ആധ്യാത്മിക തയ്യാറെടുപ്പുകൾ നടത്തേണ്ട സമയമാണ് നോമ്പുകാലത്തിന്റെ അവസാനത്തെ ആഴ്ച. രണ്ടാമതായി, വിശുദ്ധ കുർബാനയിൽ വൈദികൻ ചൊല്ലുന്ന പ്രാർത്ഥനകളിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുവാൻ ഈ മൂടുപടങ്ങൾ നമ്മെ സഹായിക്കും. അതുപോലെ തന്നെ കുരിശിന്റെ വഴി ചൊല്ലുമ്പോഴും യേശുവിന്റെ പീഡാനുഭവ ചരിത്രം ശ്രവിക്കുമ്പോഴും മറ്റ് കാഴ്ചകളിലേക്ക് പോവാതെ നമ്മെ ഈ സംഭവങ്ങൾ നേരിട്ട് സാക്ഷ്യം വഹിക്കുകയാണെന്ന പ്രതീതി ഉണർത്തുവാനും ഇതിന് കഴിയും. മൂന്നാമതായി, പുനരുദ്ധാന ഞായറിനു വേണ്ടിയുള്ള കാത്തിരിപ്പിന്റെ അനുഭവവും ഈ മൂടുപടങ്ങൾ നമുക്ക് നൽകുന്നു. നിത്യവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നവരാണെങ്കിൽ നമ്മിൽ തീർച്ചയായും ഈ ഒരു അനുഭവം ഉണ്ടാകും. കാരണം എന്നും നമ്മൾ കാണുന്ന ഈ തിരുസ്വരൂപങ്ങൾ മറയ്ക്കപ്പെട്ടിരിക്കുന്നു. എത്രയും പെട്ടെന്ന് ആ മൂടുപടങ്ങളൊന്ന് മാറ്റിയാൽ മതി എന്ന ചിന്ത ഒരുപക്ഷെ നമ്മളിൽ ഉയർന്നേക്കാം. ഇത്തരം ഒരു തോന്നൽ കഴിഞ്ഞ നോമ്പുകാലങ്ങളിൽ അനുഭവപ്പെട്ടവർ ഉണ്ടാവാം. ചുരുക്കത്തിൽ ലളിതമെന്ന് ചിന്തിച്ചാലും ഏറെ ശ്രദ്ധ നൽകേണ്ട, പ്രാധാന്യം നൽകേണ്ട ഒരു ചിന്തയാണിത്. അതേസമയം തന്നെ നമ്മുടെ സ്വന്തം ജീവിതത്തെക്കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ മൂടുപടം. മറച്ചു വയ്ക്കപ്പെട്ട ഒരു ലോകത്താണ് നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നതെന്നും അതിനുമപ്പുറം ഒരു പുനരുദ്ധാനമുണ്ടെന്നും ഈ മൂടുപടം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു.